കേരളത്തിന്റെ കായിക രംഗത്തെ അസോസിയേഷനുകളുടെ മറവിൽ കാലങ്ങളായി തഴച്ചു വളരുന്ന കായിക മാഫിയകളെ നേരിടാൻ ഉറച്ച് പുതിയ കായിക മന്ത്രി. കായിക പ്രവർത്തനങ്ങളെ അഴിമതിക്ക് മറയാക്കുന്നവർക്കെതിരെയാണ് മന്ത്രിയുടെ പടപ്പുറപ്പാട്. കായിക താരങ്ങളുടെ ചോരയും നീരുമൊഴുക്കി അസോസിയേഷൻ ഭാരവാഹിത്വം കെട്ടിപ്പിടിച്ചു കിടക്കുന്ന സുഖലോലുപന്മാരെ പൂട്ടാൻ കടുത്ത തീരുമാനവുമായാണ് മന്ത്രിയുടെ വരവ്. കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചതും കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതുമായ മുഴുവൻ സ്പോർട്സ് അസോസിയേഷനുകളെയും സമഗ്രമായി ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ.ജെ. ജനീഷ് കടുത്ത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മന്ത്രിയുടെ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്നുള്ള വിവരശേഖരണത്തിനായുള്ള കൃത്യമായ ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് കൈമാറിക്കഴിഞ്ഞു. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില അസോസിയേഷനുകളെക്കുറിച്ചും അവരുടെ സാമ്പത്തിക ഭരണ ഇടപാടുകളെക്കുറിച്ചും പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഈ അതിശക്തമായ സർക്കാർ ഇടപെടൽ. പതിവ് പോലെ അവ്യക്തമായതും ഒഴുക്കൻ മട്ടിലുള്ളതുമായ മറുപടികൾ നൽകി സർക്കാരിന്റെ കണ്ണിൽ പൊടിയടച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഭാരവാഹികൾക്ക് ഇത്തവണ പണി പാളും. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഘടനയാണ് വകുപ്പ് നിശ്ചയിച്ചു നൽകിയിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിൽ നിന്നും നോട്ടീസ് ലഭിച്ച് കൃത്യം 7 ദിവസത്തിനകം അസോസിയേഷനുകൾ മറുപടി പറയണം. വെറുതെ മറുപടി നൽകിയാൽ പോരാ, പറയുന്ന ഓരോ വാക്കിനും കൃത്യമായ രേഖകളും തെളിവുകളും ഒപ്പം സമർപ്പിക്കണം. അസോസിയേഷനുകളിൽ നിന്ന് മറുപടികൾ ലഭിക്കേണ്ട അവസാന തീയതി കഴിഞ്ഞാൽ കൃത്യം 7 ദിവസത്തിനുള്ളിൽ ഇവയെല്ലാം വിശദമായി പരിശോധിക്കണം. ഈ മറുപടികൾ കൃത്യമായി ക്രോഡീകരിച്ച് ഉത്തരങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തി ഏകോപിപ്പിച്ചുള്ള ഒരു സമഗ്ര സ്ഥിതി വിവര റിപ്പോർട്ട് കേരള സ്പോർട്സ് കൗൺസിൽ സർക്കാരിന് സമർപ്പിക്കണം. സർക്കാരിന് സമർപ്പിക്കേണ്ട റിപ്പോർട്ടിൽ അസോസിയേഷനുകളെ വളരെ വ്യക്തമായി തരം തിരിക്കാൻ സ്പോർട്സ് കൗൺസിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായി മറുപടി നൽകിയ അസോസിയേഷനുകൾ, അപൂർണമായി വിവരങ്ങൾ നൽകി തടി തപ്പാൻ നോക്കിയവർ, സർക്കാരിനെ പുല്ലുവില കൽപ്പിച്ച് മറുപടി നൽകാത്തവർ, തെരഞ്ഞെടുപ്പും ഓഡിറ്റും അംഗീകാരവും വർഷങ്ങളായി പെൻഡിംഗ് ആക്കി വെച്ചിരിക്കുന്ന അസോസിയേഷനുകൾ, തമ്മിലടിയും വിവാദങ്ങളും ഉള്ളവ, മികച്ച അത്ലറ്റ് ബേസും മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്ന യഥാർത്ഥ സംഘടനകൾ, ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവവും പരിശീലന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മൂലം കഷ്ടപ്പെടുന്നവർ, സർക്കാരിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും അടിയന്തര ഇടപെടലുകൾ ആവശ്യമുള്ളവ, ഇങ്ങനെ തരം തിരിക്കാനാണ് നിർദ്ദേശം. നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പല അസോസിയേഷനുകളെയും സംബന്ധിച്ച് അപൂർണമായ വിവരങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ പക്കലുള്ളത്. ഇതാണ് കായിക മേഖലയിലെ വലിയ അഴിമതികൾക്ക് വഴിവെക്കുന്നത്. യഥാർത്ഥ കുട്ടികളുടെ കായിക മികവ് കണ്ടെത്താൻ ഈ സംഘടനകൾക്ക് താല്പര്യമില്ല. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന പാവപ്പെട്ട കായിക താരങ്ങൾക്ക് ഒരു പിന്തുണയും നൽകാതെ സർക്കാർ നൽകുന്ന കോടികളുടെ സഹായം അർഹരിലേക്ക് എത്താതിരിക്കാൻ ഈ അസോസിയേഷൻ മാഫിയകൾ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിലെ സംഘടനകൾ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവനകളെപ്പറ്റി ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്.